ഊഷ്മള വരവേൽപ്പിന് പ്രസിഡന്റിന് നരേന്ദ്രമോദി നന്ദി പറഞ്ഞു. വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തുകയും ചെയ്തു. भारत यूएई दोस्ती जिंदाबाद। हर सांस कह रही है भारत यूएई दोस्ती जिंदाबाद। യുഎഇയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം പ്രധാനമന്ത്രി നാളെ ഭക്തർക്കായി തുറന്നുകൊടുക്കും. അബുദാബി സയ്യിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലെ അഭിസംബോധനയ്ക്ക് ശേഷം പ്രധാനമന്ത്രി അവിടുത്തെ ഇന്ത്യൻ സമൂഹത്തിനിടയിൽ സഞ്ചരിക്കുകയാണ്, യാത്ര ചെയ്യുകയാണ്, അവരെ നേരിട്ട് അഭിവാദ്യം ചെയ്യുകയാണ്. സീറ്റിലിരുന്നു കൊണ്ട് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നേരത്തെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞത്. രണ്ട് ദിവസത്തെ യുഎഇ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. അബുദാബി സയ്യിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ ഒരുക്കിയ അഹ്ലൻ മോദി പരിപാടിയിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. 4 ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ ഇന്ത്യൻ സമൂഹത്തിന് പ്രധാനമന്ത്രി ആശംസകൾ അറിയിച്ചു. അതിനുശേഷം ഇന്ത്യൻ സമൂഹത്തെ നേരിട്ടെത്തി പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്യുകയാണ്. ഊഷ്മള വരവേൽപ്പിന് നേരത്തെ യുഎഇ പ്രസിഡന്റിന് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തി. യുഎഇയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം നാളെ പ്രധാനമന്ത്രി ഭക്തർക്കായി തുറന്നു കൊടുക്കും. ഇന്ത്യ യുഎഇ സൗഹൃദത്തിൽ, നയതന്ത്ര ബന്ധത്തിൽ നിർണായകമാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും ചർച്ചകളും. കൂടുതൽ വിവരങ്ങൾ അരുൺ പാറാട്ട് നൽകും. അരുൺ, പ്രധാനമന്ത്രിയുടെ ഇന്ത്യൻ സമൂഹത്തോടുള്ള അഭിസംബോധന വലിയ ചർച്ചയായിട്ടുണ്ട്. അദ്ദേഹം ഭരണ നേട്ടങ്ങളെപ്പറ്റി പറഞ്ഞു, ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ പ്രത്യേകം അഭിവാദ്യം ചെയ്തു സദസ്സിനെ. അതിനുശേഷം നേരിട്ട് അവർക്കിടയിലൂടെ യാത്ര ചെയ്യുന്നു. എന്തൊക്കെയാണ് ഈ പരിപാടിയുടെ പ്രത്യേകതകൾ? വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു, ഇന്ത്യൻ സമൂഹത്തിന്റെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. തീർച്ചയായും വിജയകുമാർ, ഇന്ത്യൻ സമൂഹത്തിന്റെ വലിയ പങ്കാളിത്തമുണ്ടായിരുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത്. അബുദാബി സായി സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന അഹ്ലൻ മോദി സമ്മേളനം എല്ലാം കൊണ്ടും വലിയ തോതിലുള്ള ഉത്സവത്തിന്റെ പ്രതീതി സമ്മാനിച്ചാണ് കടന്നു പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാം മോദി സർക്കാർ ഇന്ത്യയെ 3ാമത്തെ വികസിത സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചാണ് ഈ അഖിൽ മോദി സമ്മേളനത്തിൽ സംസാരിച്ചത്. ഇതാണ് തനിക്ക് ജനങ്ങൾക്ക് നൽകാനുള്ള ഉറപ്പെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. അതോടൊപ്പം തന്നെ 2047 ഇന്ത്യ വികസിത രാജ്യമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഖിൽ മോദി സമ്മേളനത്തിൽ വെച്ച് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ യുഎഇ ബന്ധത്തെ സംബന്ധിച്ച് വലിയ തോതിലുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് എല്ലാ പ്രവാസി സമൂഹങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് പ്രധാനമന്ത്രി നടത്തിയത്. ജന്മനാടിന് മധുരവുമായാണ് താൻ എത്തിയതെന്ന് പ്രധാനമന്ത്രി പറയുന്നു. അതോടൊപ്പം തന്നെ ഭാരതം പ്രവാസികളെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്നും പ്രവാസികൾ നാടിന്റെ അഭിമാനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ യുഎഇ സൗഹൃദം നീണാൽ വാഴട്ടെ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. യുഎഇ പരമോന്നത ബഹുമതി നൽകി 2019 പ്രധാനമന്ത്രി ആദരിച്ചിരുന്നു. അത് തന്നെ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ പ്രവാസികളെയുമാണ് ആദരിച്ചത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ യുഎഇ പ്രസിഡന്റിനെ കാണുമ്പോഴെല്ലാം അദ്ദേഹം ഇന്ത്യൻ ജനതയെ പ്രകീർത്തിക്കാറുണ്ട് എന്നും ഇന്ത്യ യുഎഇ ബന്ധം ഓരോ ദിവസവും ദൃഢമാവുകയാണെന്നും അതിനുള്ള തെളിവാണ് അബുദാബിയിൽ ക്ഷേത്രം തുറന്നു നൽകുന്നതെന്നുമുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അബുദാബിയിൽ
ക്ഷേത്ര വിശ്വാസികൾക്ക് സമർപ്പിക്കാനുള്ള അവസരമാണ് വന്നെത്തിയിരിക്കുന്നത് എന്നും പ്രധാനമന്ത്രി പറയുന്നു. അതോടൊപ്പം തന്നെ അറബിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ പ്രസംഗത്തിൽ സംസാരിച്ചു. അതോടൊപ്പം UAE ബഹിരാകാശ ശാസ്ത്രജ്ഞൻ സുൽത്താൻ അൽ നയ്യാദി അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രകസനവും പ്രസംഗവും അതോടൊപ്പം തന്നെ വികസനത്തിൽ ഇന്ത്യയുടെ ഉറച്ച പങ്കാളിയാണ് UAE എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. അതോടൊപ്പം തന്നെ അബുദാബിയിൽ IIT ക്യാമ്പസ് തുടങ്ങിയതും CBSE പ്രാദേശിക കേന്ദ്രം ഉടൻ ആരംഭിക്കുമെന്നുള്ള കാര്യം ഉൾപ്പെടെ ഇത്തരത്തിൽ ഇന്ത്യ UAE ബന്ധത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും കൃത്യമായി എണ്ണി പറഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ഉണ്ടായത്. അതോടൊപ്പം തന്നെ 2047 ഇന്ത്യ വികസിത രാജ്യമാക്കുമെന്നുമുള്ള അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. വിജയകുമാർ. യെസ്, അരുൺ പാറാട്ടാണ് വിവരങ്ങൾ നൽകിയത്. UAE-യിൽ റൂപേ കാർഡ് സേവനങ്ങൾക്ക് തുടക്കമിട്ടു എന്നതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഈ തീരുമാനം അറിയിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സന്ദർശനം അത് അവിടുത്തെ ഇന്ത്യൻ സമൂഹത്തോടുള്ള അഭിസംബോധന അത് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യൻ സമൂഹത്തെ നേരിട്ട് പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്യുകയാണ്. നാളെയാണ് UAE-യിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം ഭക്തർക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നു കൊടുക്കുന്നത്. അബുദാബി സയ്യിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലായിരുന്നു അഹ്ലാൻ മോദി എന്ന പരിപാടി സംഘടിപ്പിച്ചത്. ആ പരിപാടിയുടെ അവസാന മിനിറ്റുകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വീണ്ടും മൂന്നാമതും അധികാരത്തിലെത്തുമ്പോൾ രാജ്യത്തെ വികസിത ഇന്ത്യയാക്കും എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിലെ ഇന്ത്യക്കാരോട് അഹ്ലാൻ മോദി പരിപാടിയിൽ പ്രസംഗിച്ചപ്പോൾ അറിയിക്കുകയും ചെയ്ത് തെരഞ്ഞെടുപ്പ് കാലമായതുകൂടി കണക്കിലെടുത്തുകൊണ്ട് അതിലേക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യവും ആ പരിപാടിക്കുണ്ടായിരുന്നു. നമ്മൾ മറ്റു പ്രധാന റിപ്പോർട്ടുകളിലേക്ക് മടങ്ങി വരും ഇടവേളയ്ക്ക് ശേഷം.